ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഗുണകരമായ രീതിയിലാണ് വ്യാഴത്തിൻ്റെയും ശനിയുടെയും നില. എന്നാൽ രാഹു 4-ൽ നിൽക്കുന്നത് കുടുംബത്തിലും രാഹുവിൻ്റെ ദൃഷ്ടി 10-ാം ഭാവത്തിലേക്കും അവിടെ കേതു നിൽക്കുന്നത് കൊണ്ടും കർമ്മരംഗത്തും കാണാം. എത്ര മനസാന്നിധ്യമുണ്ടെങ്കിലും പ്രവർത്തന മേഖലയിൽ ഒരല്പം അനിഷ്ടം ഇവർക്കുണ്ടായേക്കാം. തങ്ങൾ ജോലിസ്ഥലത്ത് പോകാൻ എന്തെങ്കിലും ചില വിമ്മിഷ്ടങ്ങൾ ഉണ്ടാകാം. അവിടുത്തെ നെഗറ്റീവ് പ്രസൻസ് ആവാം. അതായത് ഈ നക്ഷത്രക്കാർ മനസ്സിൽ സങ്കല്പിക്കാത്ത തരത്തിൽ പ്രതികൂലമായ ചില അന്തരീക്ഷം അവരുടെ ജോലിസ്ഥലത്തുണ്ടാകാം. അത് ചിലപ്പോൾ മേലധികാരിയിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ഒക്കെ ആകാം. ഇതിനെ അതിജീവിക്കാനുള്ളൊരു മനസ്സ് ആഴ്ചയുടെ അവസാനത്തെ 4 ദിവസങ്ങളിലും കാണുന്നുണ്ട് ഈ ആഴ്ച. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി മനസ്സർപ്പിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. സാമ്പത്തികമായ നേട്ടവും കാണുന്നു. ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള അപവാദത്തിന് വിധേയയാവാനോ സാധ്യതയുണ്ട്. ശാരീരികമായി വേണമെങ്കിൽ പോലും ചെറിയ ചില മുറിവോ അവസ്ഥകളോ ഒക്കെ ഉണ്ടാവാം. എന്നാൽ ശുക്രൻ്റെയും ബുധൻ്റെയും ജന്മത്തിലെ നില ഇവരെ കാത്തുരക്ഷിക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം ഇവർക്കുണ്ടാകുമെന്ന് തന്നെ കാണുന്നു. കൃത്യമായി ശരവണ ഭഗവാനെ വിളിച്ചാൽ മറ്റുള്ളവരുടെ ശത്രുതാ മനോഭാവത്തിൽ നിന്നുണ്ടാകുന്ന ദൃഷ്ടിദോഷങ്ങളോ അല്ലെങ്കിൽ അല്ലാതെ ഉണ്ടാകുന്ന ശാരീരിക അവശതകളോ മറികടക്കാനും സാധിക്കും. അതുകൊണ്ട് ഈ ആഴ്ച താരതമ്യേന ഗുണകരമായിട്ട് വേണം ചിന്തിക്കാൻ. ശ്രദ്ധിക്കേണ്ടത് കർമ്മരംഗത്ത് തങ്ങൾക്കുണ്ടാകുന്ന പാരകളെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 30, 31, 1, 2, 3 ഗുണമുള്ള ദിവസങ്ങളാണ്.